കോമഡി മാസ്റ്റേഴ്സിലെ എല്ലാ സ്കിറ്റ്സും നമ്മളിങ്ങനെ പിടിച്ചിരുത്തി ചിരിപ്പിച്ചുള്ള സ്കിറ്റ്സ് ആണ്. അതിൽ ചിലതൊക്കെ നമ്മളെ ഇമോഷണലി ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ അടുത്തത് ശരിക്കും അങ്ങനെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണെന്ന് പറയാം. ചേച്ചി കൂടുതൽ അറിയാൻ വേണ്ടിട്ട് നമുക്കൊരു വീഡിയോ കണ്ടാലോ? ഓക്കെ പ്ലീസ്. ഒരു കത്ത് കോമഡി മാസ്റ്റേഴ്സിനെ തേടിയെത്തി. വർഷങ്ങളായി ഓരോ എപ്പിസോഡും കാണുമ്പോൾ ചിരിച്ച, ചിലപ്പോൾ കണ്ണുകൾ നിറഞ്ഞ ഒരാളുടെ കത്ത്. വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് എഴുതിയ ആ കത്തിൽ ഒരൊറ്റ ആഗ്രഹം മാത്രം: കോമഡി മാസ്റ്റേഴ്സിൽ പങ്കെടുക്കാൻ ഒരവസരം. ആ കത്ത് വഴികൾ മറികടന്നു, ദൂരങ്ങൾ പിന്നിട്ടു, അവസാനം ശരിയായ കൈകളിലെത്തി. ഇന്ന് ആ കത്തിന് ഞങ്ങൾ മറുപടി നൽകുന്നു സ്നേഹത്തിന്റെ ഭാഷയിൽ. ചേച്ചി, നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിലേക്ക് ഒരു കത്ത് വന്നിരിക്കുകയാണ്. ലിറ്ററലി ഒരു കത്ത് വന്നിരിക്കുന്നു. ആൻഡ് കത്തിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന നമ്മുടെ അതിഥികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് വിളിക്കാം. അപ്പൊ നമുക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം വത്സലാമ്മ ആൻഡ് രഞ്ജിത്ത്. ഹലോ ഹലോ. ഓ, എന്താ എനർജി. ഹായ് അമ്മ, ഇവിടെ ഞങ്ങൾ എല്ലാരും ഉണ്ട് കേട്ടോ. നമസ്കാരം. അങ്ങനെ ഒരു വലിയ സ്വപ്നം നടക്കാൻ പോവാണല്ലേ? എന്റെ സന്തോഷത്തിലാ. അതിന്റെ സന്തോഷത്തിലാ. അടിപൊളി. ശരിക്കും അമ്മ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പം വാട്സാപ്പ് ഉണ്ട്, മെസ്സേജിങ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഒരു കത്ത് എഴുതി അങ്ങ് വിടുകയാണ്. ഒരുപാട് ആഗ്രഹങ്ങൾ പറഞ്ഞിട്ടൊരു കത്ത്, അത് എത്തുമെന്നോ നടക്കുമെന്നോ എന്നൊക്കെ പ്രതീക്ഷ ഉണ്ടായില്ല. ആഗ്രഹം മനസ്സ് ആഗ്രഹം ഉണ്ടായിരുന്നു, ഇത് സഫലമാകണേന്നും ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഈ കത്ത് അവിടെ എത്തും. വെറുതെ ഡയറക്ടർ അമൃത TV ചളിക്കവട്ടെന്ന് മാത്രമേ ഞാൻ വെച്ചോളൂ. ഇതാരപ്പ? രഞ്ജിത്ത് ആരാണ്? ചെറുമകനാണോ? അല്ലല്ല, ഇതെന്റെ മകളുടെ ഹസ്ബൻഡാ. അത് ശരി, അടിപൊളിയാ. എന്റെ മോനാ. അപ്പഴേ അമ്മ ഇപ്പൊ മരുമോനൊക്കെ ഉണ്ടല്ലോ, അപ്പൊ മരുമോന്റെ അടുത്തൊക്കെ ഒന്ന് പറഞ്ഞിട്ട് നമുക്കിടാ അമൃത ടിവിയുടെ നമ്പർ എന്തേലും എടുക്ക്, നമുക്കൊന്ന് ഫോൺ വിളിക്കാം എന്നൊക്കെ പറയായിരുന്നല്ലോ. അല്ല, മോനാ എന്നും വരൂല വീട്ടില്. തന്നെ വല്ല എന്റെ മോനുണ്ടല്ലോ, അമ്മയ്ക്ക് വെറുതെ ഇരുന്നൂടെ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ ചോദിക്കും. അതുകൊണ്ടാ കത്ത് എഴുതിയത്. അപ്പൊ കിട്ടുവാണെങ്കിൽ അറിയിച്ചാ മതിയല്ലോ. ബുദ്ധിമുട്ടിക്കാതല്ലേ. ഓ, അപ്പൊ ആരോടും പറയാതെയാണോ ഈ കത്ത്? അതെ. ആണോ? ഈ ആഗ്രഹം കൊച്ചു നാള് തൊട്ടിട്ട് തന്നെ ഉണ്ടായിരുന്നു? അതല്ല ചേതാമ്മ, നമ്മള് ഇത് ഒരു പരിധി വരെ പണ്ടൊക്കെ പഴയ മാമൂലില് നമ്മളെ വളർത്തുമ്പോഴേ വലിയ കുട്ടിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റേജ് പ്രോഗ്രാമിനൊന്നും അവതരിപ്പിക്കാൻ വിടൂല. അപ്പൊ നമുക്കൊന്നും അന്ന് TV റേഡിയോ ഒന്നും ഇല്ല. അയലത്തെ വീട്ടിലെ പാട്ട് കേട്ട് അറിയാവുന്ന രീതിക്കൊക്കെ പഠിച്ച് ഡാൻസ് ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പൊ സ്റ്റേജ് പ്രോഗ്രാമിലൊക്കെ നമ്മൾ അവതരിപ്പിക്കാൻ എവിടെയെങ്കിലും ഒന്ന് പോകാന്ന് വെക്കുമ്പോഴേക്ക് അച്ഛൻ വിലക്കും. പെൺകുട്ടികൾ അങ്ങനെ നടന്നുകൂടാന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിങ്ങനെ ആഗ്രഹം മനസ്സിൽ കിടന്ന് ഭയങ്കര ഇതാവുമായിരുന്നു. അപ്പൊ ഇപ്പൊ ഇവിടെ ഒരു വേദിയിൽ വന്ന് നിക്കുകയാണ് അമ്മ അല്ലേ? അപ്പൊ അമൃത TVയിൽ ഇങ്ങനെ ഏവർക്കും പങ്കെടുക്കാന്നൊക്കെ ഒരു ചെറിയ ഇങ്ങനെ എഴുതി കാണിക്കുമല്ലോ. അപ്പൊ ഞാൻ ബൈ ചാൻസ് അയച്ചു നോക്കിയതാ, കിട്ടും. എന്നിട്ട് ഇവിടെ നിന്ന് ആൾക്കാര് റെസ്പോണ്ട് ചെയ്തില്ലേ? ഇവിടെ നിന്ന് ഒരു കോള് വന്നില്ലേ? ഇവിടെ നിന്ന് വിളിച്ചു. അപ്പൊ എല്ലാരോടും പോയി പറഞ്ഞു എന്തായിരുന്നു അപ്പോഴത്തെ ഒരു? അല്ല, അപ്പൊ ഞാൻ എന്നാ വരണ്ടേ സാറേന്ന് ചോദിച്ച് കൺഫേംഡ് ആക്കിയിട്ട മക്കളുടെ അടുത്ത് പോയി പറഞ്ഞു. അപ്പൊ അവരെന്ത് പറഞ്ഞു? അപ്പൊ അവര് പറഞ്ഞു സപ്പോർട്ടായിരുന്നു. ഈ മോനും പറഞ്ഞു അമ്മ സ്കിറ്റ് എഴുതിക്കോ, അല്ലെങ്കിൽ ആരെങ്കിലും എഴുതിയത്. അപ്പൊ മോൻ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞു. ചെറിയ ജോലിയുണ്ട്, അപ്പൊ ലീവ് കിട്ടണമല്ലോ. എന്ത് ചെയ്യുന്നു രഞ്ജിത്ത്? എന്ത് ചെയ്യുന്നു? ഞാന് അമൃത ഹോസ്പിറ്റലിൽ തന്നെ വർക്ക് ചെയ്യാണ്. അവിടെ മെറ്റീരിയൽസ് ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്. അടിപൊളി അടിപൊളി. അമ്മയ്ക്ക് കലാകാരിയാവണമെന്നാണ് ആഗ്രഹം. അതെ, ചെറുപ്പനാൾ തൊട്ടേ കലാകാരിയാവണം. അവസാനം ഈ വയസ്സിൽ സാധിച്ചല്ലേ? അതാണ് ട്രൈ ആൻഡ് ട്രൈ അഗൈൻ. അമ്മ നേരത്തെ പറഞ്ഞില്ലേ പണ്ട് അമ്മയുടെ അച്ഛനൊന്നും നമ്മളെ പുറത്തേക്ക് പരിപാടിക്കൊന്നും വിടൂലാർന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇപ്പോഴത്തെ പെൺകുട്ടികളോട് എന്താ പറയാനുള്ളത്? ഇപ്പോഴത്തെ പെൺകുട്ടികളോട് എനിക്ക് 2 പെൺകുട്ടികളുണ്ട്. അവരെ ഞാൻ എല്ലാം കലാപരമായിട്ട് പഠിപ്പിച്ചത്. മോഹം സഫലമാകാൻ വേണ്ടി കഥകളി, ഓട്ടംതുള്ളല്, ഭരതനാട്യം, കുച്ചിപ്പടി, നാടോർത്തി ഒക്കെ എന്റെ മക്കളെ പഠിപ്പിച്ചിട്ടുണ്ട്. ശരിക്കും ശ്വേത ചേച്ചി, എനിക്ക് അമ്മയുടെ ഇത് മനസ്സിലാവും. കാരണം എന്റെ അമ്മുമ്മ, എന്റെ ഉമ്മയുടെ ഉമ്മ വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഒരു സ്റ്റേജിൽ വന്നിട്ട് പാട്ട് പാടുക എന്നുള്ളത്. എനിക്ക് ആദ്യമായിട്ട് ഡാൻസ് പഠിച്ചിരുന്ന എൻ്റെ ഉമ്മുമ്മയാണ്. അപ്പോൾ ശരിക്കും ഗ്രാൻഡ് മദേഴ്സിന്റെ ഒരു അനുഗ്രഹം, പ്രോത്സാഹനം എന്ന് പറയുന്നത് എന്നും നമ്മുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹം തന്നെയായിരിക്കും. ആൻഡ് അമ്മയ്ക്ക് ഇപ്പോൾ
അമ്മയുടെ ആഗ്രഹപ്രകാരം ദേ ഈ ഫുൾ വേദി കണ്ടോ വലിയ എന്റെ സ്റ്റേജിൽ ചെറുപ്പത്തിലേക്ക് എങ്ങനെയായിരുന്നെന്ന് അറിയോ? സിനിമയിൽ അഭിനയിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ ഞാൻ ഇതുപോലെ ഇങ്ങോട്ട് അയച്ച പോലെ തന്നെ ഒരു ഫാസിൽ സാറിന്റെ നമ്പർ കണ്ടപ്പോ ചെറുപ്പത്തിലെ ഫാസിൽ സാറിന് എഴുതി. അപ്പൊ അവരിങ്ങോട്ട് എനിക്ക് കത്ത് എഴുതി. കോയമ്പത്തൂരൊക്കെ അന്ന് ബസ് നമ്പർ അല്ലേ, അന്ന് എനിക്ക് 14 വയസ്സുള്ളൂ. ഇന്ന കോയമ്പത്തൂർ വന്നിട്ട് ഇന്ന ബസ് നമ്പർ കയറി വരാൻ പറഞ്ഞു. അപ്പൊ എല്ലാരും പേടിപ്പിച്ച് അടിച്ചോണ്ട് പോവാനാന്ന് പോയില്ല. അപ്പൊ ഒരു കാര്യം കൺഫേം ആയി, അമ്മയ്ക്ക് ഭാഗ്യമുണ്ട്. അമ്മ ആരാർക്കോ കത്തെഴുതിയോ അവര് ഉത്തരം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അമ്മ ഇനി നോക്കിക്കോളൂ, ഇത് കഴിഞ്ഞ ഒരു സിനിമ വരികയാണ്. എനിക്ക് കിട്ടണം. എനിക്ക് മോഹൻലാലിന്റെ എല്ലാരും അമ്മയായിട്ട് അഭിനയിക്കണം. ഓക്കെ, അപ്പൊ അതൊക്കെ നടക്കട്ടെ. അതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടെ പൊളിക്കണ്ടേ? റെഡി അല്ലേ ചേച്ചി? ഓ, ബാറ്ററി നമുക്ക് ഓൺ ചെയ്തു. ബാറ്ററി ഓൺ. യെസ്, അപ്പൊ ഓൾ ദി വെരി ബെസ്റ്റ്. ഓൾ ദി വെരി ബെസ്റ്റ് കേട്ടോ. അമ്മേ ആരാ? അമ്മച്ചായിരുന്നു. എന്താ ഇവിടെ? എടാ, നിനക്ക് ഗാനമേളയാണോ നാടകമാണോ ഇഷ്ടം? അതെന്താ അമ്മച്ചി അങ്ങനെ ചോദിച്ചാ? അല്ല, എന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് 1 വർഷമായേ. അതിന്റെ വാർഷിക ആഘോഷിക്കുമ്പോ നീ എന്താ അവതരിപ്പിക്കണേന്ന് അറിയാനാ. അങ്ങനെയാണെങ്കിൽ നാടകം മതി. നിർത്തലാ നിന്റെ നാടകം. എടാ, എനിക്കൊരു ഹൃദയം ഉണ്ടായിപ്പോയി, അതിലിത്തിരി അനുഭവം. അറിഞ്ഞില്ല അമ്മച്ചി, ഞാൻ അറിഞ്ഞില്ല. അമ്മച്ചി ഒരു ഹാർട്ട് പേഷ്യന്റ് ആണുണ്ടായിരുന്നു, ഞാൻ അറിഞ്ഞില്ല. കേട്ടവനെ, എന്റെ മനസാക്ഷിയുടെ പേരിൽ നീ കലഞ്ഞ് കാല് പിടിച്ചപ്പോ പൈസ എടുത്തു തന്നു. ഇപ്പൊ 1 വർഷമായിട്ട് എനിക്ക് പലിശയില്ല മുതലും ഇല്ല. അത് ഞാൻ പറയുന്ന ഡയലോഗ് അല്ല അമ്മച്ചി. ഏത് ഡയലോഗ്? അല്ല, ഇപ്പൊ എന്റെ പൈസ ഇല്ല മുതലും ഇല്ലെന്ന്. അതെ, നിന്റെ കയ്യിൽ പലിശ മുതലും ഇല്ലെങ്കിലേ ഞാൻ വാങ്ങിച്ചോണ്ടേ പോളേടാ. 1 മാസത്തെ പലിശയെങ്കിലും നിനക്ക് തരാൻ വയ്യായിരുന്നോടാ. അമ്മച്ചി, അമ്മച്ചിയുടെ യഥാർത്ഥ പേരെന്തുവാ? എന്റെ പേര് നിനക്കറിയില്ല? എന്തുവാ? അത് ഇച്ചിരി കൂടിയ പേര്, മൃണാളിനി കൃഷ്ണകുമാർ. കൊരവള്ളി കൊട്ടിപ്പോയി. മൃണാളിനി കൃഷ്ണകുമാർ. മൃണാളിനി കൃഷ്ണകുമാർ അല്ല, മൃണാളിനി കൃഷ്ണകുമാർ. എനിക്ക് എഴുതാൻ അറിയാവുന്ന പേര് വല്ലതായിരുന്നെങ്കിൽ ഞാനിത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, വല്ല ആത്മഹത്യയും അതേടാ, നിന്നെ ഞാൻ ചാകാൻ വിടാ. ആട്ടെ, നീ എന്തിനാ എന്റെ കയ്യിന്ന് പൈസ വാങ്ങിച്ചത്? ഞാൻ അമ്മച്ചിയുടെ 1 ലക്ഷം രൂപ വാങ്ങിച്ചു. ഇത് ഞാൻ മേടിച്ച് എന്ത് ബിസിനസ് എന്ന് ആലോചിച്ച് വന്നപ്പോഴത്തേക്കും 50,000 രൂപ അങ്ങ് തീർന്നു. ഒരു ബിസിനസിനെ കുറിച്ച് ആലോചിച്ച് വന്നപ്പോ 50,000 രൂപ നഷ്ടപ്പെട്ടു. അതെങ്ങനെ? ഞാന് ഹോട്ടൽ മെർമേഡിൽ റൂം എടുത്തിരുന്ന അങ്ങ് ആലോചിച്ചത്. മർമൈഡിലിരുന്ന് ആലോചിച്ച് 50,000 രൂപ തോലച്ച്. ബാക്കി 50,000 രൂപ ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് നിനക്ക് ബിസിനസ് ചെയ്തുകൂടായിരുന്ന? ഈ 50,000 രൂപ നഷ്ടപ്പെട്ട കുറ്റബോധത്തിന് ബാക്കി 50,000 എന്റെ കയ്യിൽ നിന്ന് അങ്ങ് തീർന്നു. ഭഗവാനെ, കുറ്റബോധം വന്ന 50,000 രൂപ നഷ്ടപ്പെടുവോ? അത് അമ്മച്ചി, ഈ കുറ്റബോധം വന്ന 2 പെഗടിക്കാത്ത ആണുങ്ങൾ ആരാ ഉള്ളത്? അപ്പൊ 1 അടിച്ചു, 2 അടിച്ചു, 3 അടിച്ചു, 5 അടിച്ചു, 6 അടിച്ചു. അവസാനം എന്റെ ബോധം അങ്ങോട്ട് പോയി. അപ്പൊ ചുരുക്കം പറഞ്ഞ 1 ലക്ഷം രൂപ മേടിച്ച് നീ മെർമേഡിൽ മുറിയെടുത്ത് കള്ളു കുടിച്ച് നശിക്കുവായിരുന്നു. എടാ, ഇതിന് ഞാൻ നിന്നോട് ക്ഷമിക്കില്ല. എന്റെ മനസാക്ഷി ഒരു ശവം പോലും. ഞാനേ എന്നാൽ അതുവരെ ഞാൻ വെയിറ്റ് ചെയ്യാം. ഏതുവരെ? അല്ല, അമ്മച്ചി ശവമാകുന്നോടം വരെ. എടാ, നിനക്ക് ഈ ബിസിനസ് തുടങ്ങിയ നേരത്ത് വല്ല കൃഷിപ്പണി നോക്കാൻ മേലായിരുന്നു. ഇതിനു മുമ്പ് ഇതുപോലെ 1 ലക്ഷം രൂപ ഞാൻ മേടിച്ച്. അയ്യോ, എന്നിട്ട് ഞാൻ കൃഷിപ്പണി തുടങ്ങി. പക്ഷെ ചാണകം ഇറക്കി നഷ്ടത്തിലായി. ചാണകം ഇറക്കുന്ന പശുവിന്റെ ജോലിയല്ലേ നിന്റെ ചാണകം എന്തിനാ? അതല്ല അമ്മച്ചി, ഈ 1 ലക്ഷം രൂപ മേടിച്ചിട്ടെ അതിന് ഞാൻ 90,000 രൂപയ്ക്ക് ചാണകം ഇറക്കി. അയ്യോ, നീ എന്തിനാ ചാണകം ഇറക്കാൻ പോയേ? ഇവിടെ ആവശ്യത്തിന് ചാണകം ഉണ്ടായിരുന്നല്ലോ. ഇവിടെ ചാണകോ? പിന്നെ എവിടെ? നിന്റെ തല നിറച്ച് ചാണകമല്ലേ, അല്ലെങ്കിൽ നീ ഇതുപോലത്തെ മണ്ടത്തരം കാണിക്കും. അമ്മച്ചി, ഒരു കാര്യമുണ്ട്. ഇറക്കിയ ചാണകം ഞാൻ അങ്ങോട്ട് തിരിച്ചു കയറ്റണോന്ന് വിചാരിച്ചതാ. അതിന് പശുവിന്റെ സമ്മതം വേണ്ടേ? അതല്ല ഞാൻ വിചാരിച്ച. ഞാൻ ഇങ്ങോട്ട് ഇറക്കിയ ചാണകം ഉണ്ടല്ലോ, പാർട്ടിക്ക് അങ്ങോട്ട് തിരിച്ചു കയറ്റി വിടണമെന്ന് ഞാൻ വിചാരിച്ചതാ. എന്നിട്ട് നീ കയറ്റി വിട്ടോ? അവന്മാരെന്നോട് പറയാ 1000 രൂപ കുറച്ചേ തരുവുള്ളെന്ന്. അയ്യോ, എന്നിട്ട് നീ എന്ത് ചെയ്ത്? ഞാൻ സമ്മതിച്ചില്ല. ആ ചാണകം വീടിന്റെ ഫ്രണ്ടിൽ കൂട്ടിയിട്ടിട്ടുണ്ട്. അമ്മച്ചി എങ്ങനെ തല തല്ലി ഇങ്ങനെ ചാകാൻ പോണം? മണ്ടനായ നിനക്ക് 1 രൂപ തന്ന് ഞാന് ചീത്തപ്പേര് കേൾക്കണേലും ബന്ധം ഞാൻ സ്വയം ശിക്ഷിച്ചപ്പോ. അമ്മച്ചി പോയിട്ട് 2 ദിവസം കഴിഞ്ഞു പോവാ. ഈ 2 ദിവസം കഴിഞ്ഞു വരുമ്പോ ഞാൻ വേറെന്തെങ്കിലും നുണ ആലോചിച്ച് വെക്കാം. എടാ മണ്ട ചെറുക്കോ, ഉള്ള നുണ പറഞ്ഞ എന്നെ കൊലക്കാനുള്ള പണിയാണെങ്കിൽ എന്റെ തനി കൊണം നീ അറിയും. എന്റെ പൈസക്ക് വരെ ഞാനും എന്റെ ഭർത്താവും കൂടി നിന്റെ വീട്ടിലും കയറി പൊറുക്കുവേ. എന്നാലേ ഞാൻ എന്റെ ഈ ഷർട്ട് അങ്ങോട്ട് ഊരി തന്നേക്കാം. നിന്റെ വീട്ടിൽ കയറി പൊറുക്കുന്നതിന്റെ ഷർട്ട് എന്തിനാണ്? അല്ല, എന്റെ വീട്ടിൽ കുറച്ച് തുണി കിടപ്പുണ്ട്, അതും കൂടെ നിങ്ങൾക്ക് അങ്ങ് അലക്കാവല്ലോ.
അത് നിന്റെ കൊള്ളാം. പക്ഷേ ഞാൻ നിനക്ക് പൈസ ഉണ്ടാക്കാനും നിന്റെ വീട്ടിലേതായാലും തുണി അലക്കാൻ ആളില്ലല്ലോ, അതിനൊരു നല്ല മാർഗം പറഞ്ഞു തരട്ടെ. നീ ഏതായാലും പോയി ഒരു കല്യാണം ആലോചിക്ക്. അപ്പൊ ആ കല്യാണം ആലോചിക്കുമ്പോ നിനക്ക് സ്ത്രീധനം കിട്ടും. അപ്പൊ എനിക്ക് ആ സ്ത്രീധനത്തിൽ നിന്ന് മുതലും പലിശയും കിട്ടും. നിനക്ക് വീട്ടിൽ തുണി അലക്കാൻ ഒരു പെണ്ണുമാവും. നല്ല ഐഡിയ. അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, അമ്മച്ചിക്ക് സുന്ദരിയായ ഒരു മോളില്ലേ, ആ മോളെ ഇങ്ങ് കെട്ടിച്ചാ അപ്പൊ അമ്മച്ചിക്ക് പലിശയും കിട്ടും, എനിക്കൊരു കല്യാണവുമായി. അത് ഞാൻ ഇപ്പൊ തന്നെ തരാവടാ. ഇപ്പൊ എന്റെ പലിശ കിട്ടി. ഇനി മുതലിനായിട്ട് എന്റെ കെട്ടിയവൻ ഇങ്ങ് വരും 2 ദിവസം കഴിയുമ്പോ. അപ്പൊ നിനക്ക് മുതലിന് വരാം. അമ്മച്ചി അയ്യോ എന്താ ഒരുപാട് ഒരു പ്രൗഡ് മൊമെന്റ് ആണ് നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ ഈ ഫുൾ ക്രൂന്. ബിക്കോസ് ഇന്ന് വരെ ഒരു വേദി കിട്ടാത്ത ഒരാള് ഇത്രേ വലിയൊരു കോമ്പറ്റീഷന്റെ ഭാഗമാവുക, അത് ഇത്രേ വലിയ ഡയലോഗ് ഓർക്കുക, ക്യാരക്ടർ പിടിക്കുക, അതിന് എന്താ പറയാ ഒരു എക്സ്പ്രഷൻസ് ഇങ്ങനെ വാരി കോരി ഇടുക, അതിന് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ മരുമകൻ വരികയാണ്. മോളോ മോനോ ഒന്നല്ല, മരുമകന്. സൂപ്പർ സൂപ്പർ. അത് യുനോ ഫ്രം എവ്രിബഡി വി ഗിവ് എ ഹ്യൂജ്. അമ്മച്ചി നമുക്ക് തന്ന ഒരു ഭയങ്കര പ്രൗഡ് ഫീലിംഗ് ആണ്. ബിക്കോസ് ഒരു ഫാമിലി കാണുമ്പോൾ ഏറ്റവും വലിയൊരു ഫൗണ്ടേഷനാണ് നിങ്ങളുടെ ജനറേഷൻ നമ്മൾക്ക് തന്ന ഒരു പ്രൗഡ് ഫീലിംഗ്. യുനോ എത്രയോ മലയാളികൾ ഇത് കാണുകയാണ്, എത്രയോ ആൾക്കാർക്ക് നിങ്ങൾ ഹോപ്പ് കൊടുത്തു. ആസ് എൻ ആർട്ടിസ്റ്റ് സൂപ്പർ അമ്മ. താങ്ക് യു സോ മച്ച് അമ്മ. ഇന്ന് നമ്മൾ എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഒരു നല്ലൊരു മലയാളം സിനിമ, നല്ലൊരു വലിയ സൂപ്പർ സ്റ്റാറിൻ്റെ അമ്മ, മലയാളമാണെങ്കിൽ തമിഴാണെങ്കിൽ തെലുങ്കാണെങ്കിൽ കന്നഡ, ഏത് ഭാഷയല്ല, ഒരു ആർട്ടിസ്റ്റ് ഇസ് വെയിറ്റിംഗ് ഫോർ ദി ഫിലിം ഇൻഡസ്ട്രി. ഗോഡ് ബ്ലെസ് യു അമ്മ. താങ്ക് യു സോ മച്ച്. ഇതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു മറ്റൊരു കാര്യം നമുക്ക് അമ്മയിൽ നിന്നും പഠിക്കാവുന്നതെന്ന് പറയുന്നത്, അവസരങ്ങൾ നമുക്ക് ഒരുപാട് അതെ നമ്മളെ തേടി ചിലർക്ക് തേടി എത്തും അവസരങ്ങൾ. പക്ഷെ നമുക്ക് ഒരു വിശ്വാസമുണ്ട്, നമുക്കത് നേടണം എന്നുണ്ടെങ്കിൽ പരിശ്രമിക്കുക. അതാണ് അമ്മ നമുക്ക് പഠിപ്പിച്ചു തന്നത് ഇന്നത്തെ ഒരു ദിവസം. ഇനി ഒരു കാര്യം കൂടെ ഞാൻ ചോദിക്കട്ടെ, ഈ മകനെ എങ്ങനെ ഓഡിഷൻ ചെയ്തെടുത്തത്? ഈ മോനുണ്ടല്ലോ അമൃത മെഡിക്കൽ സയൻസിൽ വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾ കല്യാണം ആലോചിച്ച സമയത്ത് ഈ മോനും മോന്റെ അമ്മയും കൂടെ ചെറിയ ഇതൊക്കെ ചെയ്തെന്ന് ഞങ്ങളെ കാണിച്ചു തന്നു. മാത്രമല്ല ആ വീട്ടിൽ ഒരു അമ്മയുണ്ട്. അതെ, എനിക്ക് അമ്മ മരിച്ചിട്ട് ഇപ്പൊ 2 വർഷം കഴിഞ്ഞു. അതിനു മുമ്പ് വരെ ഞാനും എന്റെ അമ്മയും കൂടെ ഇങ്ങനെ റീൽസും കാര്യങ്ങളൊക്കെ ചുമ്മാ ചെയ്യുമായിരുന്നു. അമ്മ അതിനൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. പക്ഷെ അമ്മ ഇപ്പൊ മരിച്ചുപോയി. അമ്മയ്ക്ക് ഇങ്ങനെ ഭയങ്കര ആഗ്രഹമായിരുന്നു എന്നെ ഒരു TV കാണണം എന്നൊക്കെ. അപ്പൊ നിങ്ങളുടെ അമ്മയാണ് ഇതെല്ലാം ചെയ്തു തന്നെ. അമ്മയുടെ അനുഗ്രഹവും ഈ അമ്മയും കൂടെ കിട്ടിയപ്പോഴത്തേക്കും കംപ്ലീറ്റ് ആയിരിക്കും. മരുമോനാണെങ്കിൽ എന്റെ മോനാണ്. അത് പറയുന്ന വലിയ താല്പര്യം മോനെന്നാ വിളിക്കണേ. അതെ, ഇന്നുവരെ പേര് വിളിച്ചിട്ടില്ല. എന്തായാലും മനോഹരമായ പെർഫോമൻസ് ആയിരുന്നു. ഇവിടെ ഞങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും നിങ്ങളുടെ 2 പേരുടെ പെർഫോമൻസ് വളരെയധികം ഇഷ്ടപ്പെട്ടു. നല്ല ചിരിയാ. അമ്മയുടെ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. ആ ചിരിയെ കുറിച്ചാണ് പെൺകുട്ടികളൊക്കെ എന്നോട് പറയാറുണ്ട്. ഞാൻ ഇടയ്ക്കൊരു കണ്ണുണ്ട്. ആദ്യത്തെ കൊടക്കിട്ടുള്ള അടിയും അവസാനത്തെ കൊടക്കിട്ടുള്ള അടിയും ഒരു ചവിട്ടും അതിന്റെ ഭാഗമായി കൂടുന്നുണ്ടല്ലേ. അതെ, കൊള്ളാം. കൗണ്ടറുകളൊക്കെ അല്ലാണ്ട് വരുന്നല്ലോ. അപ്പൊ എന്തായാലും വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ് ഫാമിലി. ഇനി അങ്ങോട്ടേക്ക് നമ്മൾ ഒരുമിച്ച് അടിച്ചു പൊളിച്ചു പോകും. ഓക്കെ. പിന്നെ അല്ല ന്യൂജൻ ആന്നേ കണ്ടില്ല ആയിഫൊക്കെ തന്നത്. ഇനി ബാറ്ററി എത്രത്തോളം ചാർജ് കയറി എന്നുള്ളത് നമുക്ക് നോക്കണ്ടേ? നോക്കാം ശരി ചേച്ചി. പണമൊഴുകണ കളി പറന്നിറങ്ങേണ്ട ചുരി ചുരി പല ചുരി ദ്രുതതുണ്ടന താളത്തിൽ ഞാൻ 10,000 രൂപയാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഇത് നേരെ കുടുംബത്തേക്ക് കൊണ്ടുപോവുക, അവിടെ ഇരിക്കുക, അടുത്ത സ്ക്രിപ്റ്റ് ആലോചിച്ച് എഴുതുക, കൗണ്ടറുകൾ കൂട്ടി വരണം. 15,000 രൂപ 50,000 രൂപയുടെ വിലയുണ്ട്. വേണം. ഓക്കെ അല്ലേ? ഈ പൈസ ഇപ്പൊ വേണോ നാളെ മതിയോ? അത് ശ്വേതാമാമിന്റെ ഇഷ്ടം. ശ്വേതാമാമിന്റെ ഇഷ്ടം അല്ലെ ഫ്ലോറിൽ കയറാൻ പറ്റിയല്ല. അതാണ് ഇപ്പൊ തന്നെ നമ്മൾ ചൂടോടെ തരും. തന്നു അമ്മ.
ക്രെഡിറ്റ് ആയി. അപ്പൊ നമ്മൾ വീണ്ടും കാണണം, തീർച്ചയായും വിളിച്ചിരിക്കും. വരും.